മസ്റ്റായിട്ട് നമ്മൾ പോകേണ്ട കുറച്ച് ട്രിപ്പുകളുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ, ഫാമിലിയുടെ കൂടെ, പിന്നെ കുട്ടികളുടെ വൈഫിന്റെ ഒക്കെ കൂടെ. എന്തിനേറെ അങ്ങനെ ഒരു സോളോ ട്രിപ്പിലാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് പോലും. ഫാമിലിയിൽ പിള്ളേർ വൈബാണെങ്കിൽ ട്രിപ്പിന്റെ ഒരു ഔട്ട്കം ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോകുന്ന പോലെ തന്നെ ആയിരിക്കും. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന കുറെ നല്ല വാല്യൂസ് നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങിനെ ഉണ്ടാക്കും. അതുപോലെ നല്ലൊരു സിറ്റിസനെ. നമ്മളെല്ലാവരും ജനിക്കുന്നതിനും മരിക്കുന്നതിനും ഇടയ്ക്കുള്ള ചെറിയൊരു റോൾ പ്ലേ മാത്രമാണ് നമ്മുടെ ഈ ലൈഫ്. അത് എത്ര മനോഹരമായിട്ട് എൻജോയ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഈ ലൈഫ് ആസ്വദിക്കാം. കടന്നു പോകുന്ന ഓരോ സെക്കൻഡ്സും ഓരോ നല്ല മൊമെന്റ്സും ലൈഫിൽ ഒരിക്കലും ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അത് തിരിച്ച് കിട്ടത്തുമില്ല. എന്നെ പോലെ തന്നെ പ്രത്യേകിച്ച് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒന്നും കഴിവില്ലാത്ത, ഇനി കഴിവുള്ളവർക്കാണെങ്കിൽ അത് ആദ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ മിക്കപ്പോഴും അതിന് സ്റ്റേജ് ഒരുക്കി തന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ തറവാട് മുറ്റമൊക്കെ ആയിരിക്കുമല്ലോ. അമ്മുവിന്റെ യായുവിന്റെ ആദ്യത്തെ വിസിറ്റ് ഈ ഒരു സ്ഥലത്തേക്ക്. ഇതിന്റെ പേര് പാണാവള്ളി, ആലപ്പുഴ ജില്ലയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കായലുണ്ട്. കുറച്ചപ്പുറത്ത് മാറി കടലും. വൈകുന്നേരം കടലിൽ പോയിട്ട് സൺസെറ്റ് ഒന്ന് കാണണം. കൂടാതെ കടലും കായലും ഒന്നിച്ച് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഏരിയ ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അവിടെയും പോയി ഇതെല്ലാം ഒന്ന് കാണണമെന്നുണ്ട്. എല്ലാ നേരത്തെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തേക്കുക. എന്തുകൊണ്ട് നല്ലൊരു കാര്യം, ഒരു വീട്ടിൽ പെണ്ണുങ്ങൾ 24 hours അടുക്കളയിൽ പണിതാൽ ഈ 10-12 പേർക്ക് 3 നേരത്തേക്കുള്ളത് വെച്ചുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ അവരും അടുക്കളയിൽ ഒതുങ്ങാതെ അരങ്ങത്തേക്ക് പറഞ്ഞതാണ് എന്റെ ഒരു വ്യക്തിപരമായ ഒരു ഇത്. പൊടി പാർന്ന അന്താക്ഷരി മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് യായു എവിടെ പോയി കഴുത കളിച്ച് ലക്ഷണമുണ്ട്. ഈ പാർന്ന അന്താക്ഷരി മത്സരത്തിനിടയ്ക്ക് സാ എന്നുള്ള വാക്കിൽ നമ്മളൊന്ന് ലോക്കായി. ആലോചിക്കാൻ ടൈം എടുത്തപ്പോൾ അവർ പറയാം നമ്മൾ തോറ്റുന്നത്. എന്തായാലും കൃത്യസമയത്ത് തന്നെ കട്ടൻ ചായ വന്നുകൊണ്ട് വിഷയം പെട്ടെന്ന് അങ്ങ് തെന്നി മാറി. സമയം 5 മണി. സൺസെറ്റ് കാണുന്ന നേരത്തെ തീരുമാനിച്ചിരുന്നു. എല്ലാവരും കൂടി വണ്ടിയെടുത്ത് നേരെ അഴീക്കൽ ബീച്ചിലേക്ക്. ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് സൺസെറ്റിന്റെ പ്രോപ്പർ ടൈം. ഈ ഒരു അഴീക്കൽ ബീച്ചിന്റെ പ്രത്യേകത കായലും കടലും ഒന്നിച്ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ദേ ഈ കാണുന്ന പോയിന്റിൽ അവിടെ നിന്ന് വരുന്ന കായലും ഈ കാണുന്നത് കടലും. ഇതിങ്ങനെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു സ്ഥലമില്ല. ഇവിടെ കാണാനാണ് മിക്കവരും ഇവിടെ വരുന്നത്. പിന്നെ ഈ സൺസെറ്റും കൂടെ ആകുമ്പോഴത്തേക്കും ഫുൾ പാക്ഡ് റിഫ്രഷ്മെന്റ് ആണ്. പൊട്ടുപൊട്ട് പോലെ ആകാശത്ത് ഈ കാണുന്നതെല്ലാം പട്ടങ്ങളാണ്. ചെറുപ്പത്തിൽ പത്രപേപ്പർ കൊണ്ട് കുറെ പട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു പട്ടം ഇത്രയും ഹൈറ്റ് പൊങ്ങുന്ന നേരിട്ട് അത് നമ്മുടെ സ്വന്തം പട്ടം. ഈ ബിസി ലൈഫിനിടയ്ക്ക് ചെറിയൊരു റിഫ്രഷ്മെന്റിന് വേണ്ടി കുട്ടികളുടെ സന്തോഷത്തിനും എല്ലാം ആയിട്ട് വന്നേക്കുന്നവരടി കാണുന്നതല്ല. അല്പം നേരം ഈ വൈബ് മൊത്തം ആസ്വദിച്ച് ശരിക്കും എൻജോയ് ചെയ്തു. കുറെ കളിച്ചും ചിരിച്ചും ഒക്കെ. കുട്ടികളുടെ എക്സൈറ്റ്മെന്റ് അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും സന്തോഷം. ഇവിടെ തൊട്ടടുത്താണ് ചേച്ചിയുടെ വീട്. നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴേക്ക് യായു അമ്മണി ഉറങ്ങി. പുതിയതായിട്ട് പണിയെടുക്കുന്ന ചേച്ചിയുടെ വീടിന്റെ ഉൾവശമൊക്കെ കണ്ട് പുറത്തിറങ്ങി ഫുഡും കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ സമയം പെട്ടെന്ന് പോയി. പിന്നെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോരുന്ന ഒരിക്കൽ പാട്ടൊക്കെ പാടി ചില്ലായി വന്നപ്പോഴത്തേക്കും 12 മണിയായി. അങ്ങനെ കറങ്ങി നടന്ന ക്ഷീണം കാരണം പെട്ടെന്ന് ഉറങ്ങിപ്പോയി. രാവിലെ ജനലിന്റെ അവിടെ നിന്ന് ഒരാൾ വിളിച്ചപ്പോഴാണ് എണീക്കുന്നത്. ഈ ഒരു ട്രിപ്പ് ഏറ്റവും അധികം എൻജോയ് ചെയ്തത് അച്ചമ്മയായിരിക്കും. ഇതാണ് നമ്മുടെ ഹോസ്റ്റ് ഉണ്ണിച്ചേട്ടായി. അങ്ങനെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു ഒക്കെ പറഞ്ഞിട്ട് നേരെ പാലായിക്ക്. വരുന്ന വഴിക്കായിരുന്നു ആന്റിയുടെ വീട്. പിന്നെ ഇവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഏതാണ്ട് ഒരു 10 വർഷത്തിന് ശേഷം ഞാനൊക്കെ ഇവിടെ വരുന്നത് തന്നെ. പണ്ട് വന്ന സമയത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്ന ഒരു ജ്യൂസും കുറച്ച് സ്നാക്സ് ഒക്കെ കുടിച്ചതിന് ശേഷം ഇന്നലെ രാത്രി നമ്മൾ കണ്ട പുതിയതായിട്ട് പണി നടക്കുന്ന ആ ഒരു വീട് കാണാത്തവരെല്ലാം കൂടെ കാണാനായിട്ട് വീണ്ടും ഇവിടെ നിന്ന് കയറി. ഇവിടുന്ന് കൂടെ ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും മുന്നോട്ട് യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. വളർന്നൊരു ഇരിപ്പായി. കുറച്ചവന്മാർ കിടപ്പായി. യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും സോളോ ആയിട്ടും.